ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്ന ഒരു മൈൻക്രാഫ്റ്റ് ലെറ്റ്സ് പ്ലേ സീരീസ് ആയിട്ടാണ് എൻ്റെ ചങ്ങായി സാമിൻ്റെ ഒപ്പം നമ്മളിന്ന് കളിക്കണേ. അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ നേരെ വീഡിയോയിലേക്ക് എടുക്കാം. ലെറ്റ്സ് ഗോ. അപ്പോൾ ഇവിടെ ഒരു വില്ലേജ് കണ്ടിട്ട് നമ്മൾ നേരെ വില്ലേജിലേക്ക് പോവുകയാണ്. ഇവിടെ എന്തെങ്കിലും ലൂട്ട് കിട്ടുമോ നമുക്ക് നോക്കാം. അവിടെ ഒരു ബ്ലാക്ക് സ്മിത്ത് നമ്മൾ കാണുന്നുണ്ട്. ബ്ലാക്ക് സ്മിത്തിൻ്റെ അവിടെ പോയ OP ലൂട്ടാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. OP ലൂട്ട്. അപ്പോൾ നമ്മൾ നേരെ ബ്ലാക്ക് സ്മിത്തിൻ്റെ വീട്ടിലേക്കാണ് പോണേ. ഓക്കെ നമ്മൾ കയറി. ഡോർ തുറന്നു. പോട്ടെ. ഇതൊരു ഇത് ഞാൻ ടൂൾസ് എടുത്തു. ഞാൻ ഈ ആർമർ എടുത്തുകഴിഞ്ഞാൽ ടൂൾസ് എടുത്തോ. ഓക്കെ, ആ ഒരു സോഡ് ഞാൻ എടുത്തു. ഓക്കെ, ഞാൻ ടൂൾസ് എടുക്കട്ടെ. നേരെ ആർമർ എടുക്കട്ടെ. നേരെ അപ്പുറത്തെ വരിക്കോട്ടെ. അപ്പുറത്തെ ബ്ലാക്ക് സ്മിത്ത്. ഇവിടെ ബ്ലാക്ക് സ്മിത്ത് ഉള്ളു കേട്ടോ തോന്നുന്നത്. ആൻഡ് ഇവിടെ ഈ സ്പിയർ എടുത്തോട്ടോ. എനിക്കിത് വേണ്ട, അത് എടുത്തോ. ആൻഡ് നമുക്ക് നേരെ അപ്പുറത്തെ ഇതിലേക്ക് പോട്ടെ. ഈ ഹേബേൽ നമുക്ക് ഉപകാരപ്പെടും. അപ്പോൾ അത് നമുക്ക് പിന്നെ എടുക്കാം. ഇതിന് നമുക്ക് ക്ലച്ച് അടി നോക്കാം. ഒരു ട്രിക്ക് ഒന്ന് കിട്ടി. ആദ്യത്തെ ഹെൽമെറ്റ് ഞാൻ എടുത്ത്. ഓക്കെ, ഹെൽമെറ്റ് മാത്രമാണ്, ബാക്കി ചെക്ക് എടുത്തോ. നമുക്ക് അവിടെ ഒരു ഇതുണ്ട്. അവിടെ ഒരു ഒന്നും കൂടി ഉണ്ട്. അവിടെ ടെമ്പിളുണ്ട്. നമുക്ക് ആ ടെമ്പിളിൽ പോകണം. ആ ടെമ്പിളിൽ പോയി നമുക്ക് ലൂട്ട് ചെയ്യണം. പിന്നെ നമുക്ക് നേരെ ഇവിടെ വീട്ടിൽ പോയി കണ്ട് ലൂട്ട് ചെയ്യട്ടെ ഫസ്റ്റ്. ഓക്കെ ഓക്കെ. അവിടെ 2 ഡയമണ്ട് ഉണ്ട്. ഈ ഡയമണ്ട് എടുത്തോ. ആൻഡ് ആ പിക്ക് എടുത്തോ. ഞാൻ ഹാർമർ ഇട്ടിട്ട് ഓക്കെ ഇട്ട്. അപ്പോൾ അങ്ങനെ ഫൈനലി നമ്മൾ ഒരു ഫുൾ അയൺ ആർമർ ആയിട്ടുണ്ട്. അയൺ ആർമർ ലുക്ക് ഗൈസ്, നമ്മൾ അയൺ ആർമർ ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്ലാൻ പറഞ്ഞാൽ നമ്മൾ നേരെ നമുക്ക് നേരെ ഒരു ബേസ് ഉണ്ടാകണം. അപ്പോൾ നമുക്ക് ഫുഡ് വേണം. ഫുഡ് നമ്മൾ ഈ ഒരു വീട്ടിൽ നിന്ന് എടുക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് നേരെ ഇനി അവിടെ ഫുള്ള് നമുക്കൊരു നല്ല സ്ഥലം കണ്ടെത്തണം. നല്ല സ്ഥലം. ഓക്കെ, നമ്മളെ സാമിൻ്റെ നെറ്റിന് എന്തോ ഒരു ഇഷ്യൂ ഉണ്ട്. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ലീവാകും, ഇടയ്ക്കിടയ്ക്ക് ജോയിൻ ആകും. അതൊന്നും വിഷയമാക്കണ്ട. നമ്മളപ്പം തന്നെ ഉണ്ടാവും. നല്ല ഇറക്കാനാണ്. ഓക്കെ, നമ്മൾ നേരെ പോണ്. നമ്മൾ ഈ ക്യാരറ്റ് ഇട്ട് നമുക്ക് വില്ലേജർ ബ്രീഡറിന് യൂസ്ഫുൾ ആവും. ആൻഡ് ഫുഡായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഞാൻ ഹെൽപ്പ് ചെയ്യാം. അടിച്ചോ. ഞാൻ ബാക്കിൽ നിന്ന് അടിക്കണോ. നല്ല ഡാമേജ് എടുക്കണോ. നല്ല ഡാമേജ്. അവനെ തീർത്ത്. റെസ്റ്റ് ഇൻ പീസസ് ഫോർ ആൻഡ് പോകണം. ഓക്കെ, നമുക്ക് അതാ ഇന്ന് ഈ അയണും ഈ പോപ്പിച്ചെടി ചെടുത്തോ. ഓക്കെ. ഇനി ആ ബാക്കി ആർമർ ഉണ്ടാക്കിയ എന്താ വെച്ചാൽ അതിട്ട് കാട്ടിക്കോ. നമുക്ക് ഫസ്റ്റ് ഇനി ആ ഒരു ടെമ്പിൾ റൈഡ് ചെയ്യണം. ടെമ്പിൾക്ക് നമുക്ക് പോകാം. ഓക്കെ, അതൊക്കെ പിന്നീട് ഈ നമുക്ക് ഫസ്റ്റ് ടൈം എടുക്കാം. ഭയങ്കര യൂസ്ഫുള്ളാണ്. നമുക്ക് ഭയങ്കര ബ്രെഡൊക്കെ ഉണ്ടാക്കാൻ നമുക്ക് യൂസ്ഫുള്ളാകും. നമുക്കിപ്പോൾ തൽക്കാലത്തിന് എടുത്തേക്കാം. ഓക്കെ, കളക്ട് ചെയ്തു. ഓക്കെ പൊട്ടിച്ചില്ല. ഞാൻ പൂക്ക് പൊട്ടിച്ചാണ് അവിടെ വെക്ക്. നേരെ അവിടെ ടെമ്പിൾ ഇട്ടാ പിന്നും കഴിക്കൊക്കെ സാധനം. അടങ്ങട്ടെ. അജു വരുന്നില്ല. വാ പെട്ടെന്ന് പോവാം. ടെമ്പിൾ കൂടെ റൈഡ് ചെയ്തിട്ട് നമുക്ക് 2 ബെഡ് എടുത്തിട്ട് നമുക്ക് വേറെ എവിടേക്കെങ്കിലും പോയി നിൽക്കാം. ഓക്കെ, നമുക്ക് നേരെ പോട്ടെ. നമ്മൾ ടെമ്പിളിലേക്ക് പോവാണ്. ടെമ്പിളിലെത്തി. ഓക്കെ, ചാടി കയറി. വള്ളത്തിൽ വീണ് നമുക്ക് കയറി നമുക്ക് മാസം എൻട്രിയാണ്. നമ്മൾ ആകാശത്ത് കൂടിയൊക്കെ ചാടി വരും. ഓക്കെ, ഈ നമ്മൾ സൂക്ഷിച്ച് ക്രൗച്ച് ചെയ്തിട്ട് നമ്മൾ പൊട്ടിക്കണം. ഓക്കെ, അത് കഴിയുമ്പോൾ പ്രഷർ പ്ലേറ്റ് നമുക്ക് വികാതെ നോക്കണം. അല്ലെങ്കിൽ ആ TNT പൊട്ടി നമുക്കുള്ള ആ ലൂട്ടും പോവും, ഒക്കെ പോവും. ഫസ്റ്റ് ടൈം ഞാൻ സൂക്ഷിച്ചാണ്ട് ഇതൊന്ന് പൊട്ടിക്കടിച്ച് ചാടില്ല കേട്ടോ. ഓക്കെ, ഞാൻ പൊട്ടിച്ചിട്ട് അത് നമ്മൾ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. എന്താ ഈ സാധനം കണ്ടോ ചുമല്ല അടിക്കറിങ്ങി. എടുത്തെന്താ സ്ട്രോങ് ഹോൾഡാണോ? സ്ട്രോങ് ഹോൾഡ് കിട്ടി. സാധനം കിട്ടി. സ്ട്രോങ് ഹോൾഡ് കിട്ടി. അവിടെ ഫസ്റ്റ് എപ്പിസോഡ് തന്നെ ഒരു സ്ട്രോങ് ഹോൾഡ് കിട്ടുക. സ്ട്രോങ് ഹോൾഡ് നമുക്ക് ഇത് ഭയങ്കര ഈസി സീഡാണ്. ആൻഡ് നമുക്ക് ഈ സീഡ് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ നമ്മൾ കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കൊടുക്കുന്നുണ്ടാവും. ഞാൻ ജസ്റ്റ് മേലെ കേട്ടാൽ നമുക്ക് പിന്നെ എടുക്കാം. നമുക്കിപ്പോൾ ഒരു ഐഡിയ ഉണ്ടല്ലോ എവിടെ ഉണ്ടാവാന്ന്. ഓക്കെ. ഞാൻ ഈ TNT കിട്ടട്ടെ. യൂസ്ഫുൾ ആവും TNT-ക്ക്. മേലെ കയറട്ടെ. ഓക്കെ. ഞാൻ അവിടെ ഫുള്ള് ലൂട്ട് ചെയ്യാണ്. കാരണം ഇജ്ജ് മെല്ലെ അടിക്കോരെ. മെല്ലെ അടിക്കോരെ. ഓക്കെ, എല്ലാവരും ഇതുവരെ കണ്ടിട്ട് എല്ലാവരും മാക്സിമം ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ. നമ്മളിവിടെ ലൂട്ട് ചെയ്യാണ്. നമുക്ക് ഗോൾഡ് കിട്ടി. ആൻഡ് ഗൺ പൗഡർ ആൻഡ് ബോൺ എടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിവിടുന്ന് അയൺ ആൻഡ് ബോൺ അഗെയിൻ ആൻഡ് ഗൺ പൗഡർ എടുക്കുന്നുണ്ട്. സ്പൈഡറായി നമുക്ക് ആവശ്യം. എന്തെങ്കിലും ഞാൻ ഈ ബോണും എടുക്കാം. ഈ ഇതെടുക്കാം, ഗൺ പൗഡർ. ഓക്കെ, സെറ്റ് പോരെ. ഓക്കെ,
ഓൾ സെറ്റ് അല്ലേ ബ്രോ? വാ വാ സാമ മേലേക്ക് പോവാ. ആ ചായ എടുത്തോ. എനിക്ക് ആ ടൂൾസും ആർമർ എൻ്റെ വെച്ചുണ്ടാക്കി കൂടി. ഇത് മെല്ലെ കയറിപ്പോരെ. ഓക്കെ എനിക്ക് കയറി ഞാൻ ക്രോപ്പ് ചെയ്തില്ല. ബ്ലോക്സ് തീർന്നല്ലോ. നമുക്ക് ഇതെടുക്കാം. ഇതിൻ്റെ നമ്മൾ വെച്ച് പോയി. ഞാൻ അവിടെ തല മുട്ടണ്. ഓക്കെ നമ്മളിവിടെ എത്തി. സാൻഡ് ഇട്ടായിരുന്നു അവന്. താങ്ക് യു. ആൻഡ് നമുക്ക് പുറത്തേക്ക് പോകണം. പെട്ടെന്ന് ഇവിടെ നിൽക്കുക അത്ര സേഫല്ല. രാത്രി ആവാറായി. നേരെ പോവാ കെടുക്ക. ഈ ഗോൾഡ് ടിക്കത്തിന് എൻ്റെ കൈക്ക് അത്യാവശ്യത്തിന് ഗോൾഡ് തന്നെ ഉണ്ട്. എന്നാ പിടിച്ചോ. വേണ്ട ഞാൻ അടുത്ത് 9 ഗോൾഡായി നമ്മളെ കൈക്കപ്പം. നമ്മൾ നേരെ നമ്മൾ ഡൈവ് ചെയ്തിട്ടുണ്ട്. അവിടെ ആ ട്രോപ്പിക്കൽ ഫിഷ് കാണാൻ നല്ല രസം. ട്രോപ്പിക്കലാണോ എന്താ വെച്ചാൽ സാധനം അറിയില്ല. പക്ഷെ നല്ല രസമുണ്ട് കാണാൻ. ഒരു യെല്ലോ കളർ ഫിഷ്. ആൻഡ് നമുക്ക് ഇവിടെ ഈ വില്ലേജ് ഈ ഏരിയ ഒന്ന് ചുറ്റിക്കറങ്ങി കാണാം. ഒക്കെ അപ്പം ഇതുവരെ കണ്ടിട്ട് ആരെങ്കിലും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ഞാൻ ഇനി വീണ്ടും പറയുന്നത് സപ്പോർട്ട് ചെയ്യാൻ. ഞാൻ ന്യൂ കണ്ടൻറ് ക്രിയേറ്റർ ആയതുകൊണ്ട് മാക്സിമം ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ നമ്മൾ നേരെ ഇവിടെയൊക്കെ തൊപ്പട്ടെ. ഇത് മറ്റേ ആർമർ സ്മിത്തിൻ്റെ. ഓക്കെ ആൻഡ് ഇവിടെ ഇങ്ങനെ പോയി നോക്കട്ടെ. ഇവിടെ എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ. ഇവിടെ എന്തെങ്കിലും നമ്മൾ കാണണി. ഓക്കെ നമുക്ക് ഇവിടെ വേറെ എവിടെയെങ്കിലും എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ. എനിക്കൊരു സ്റ്റാർട്ടർ ബേസ് നമുക്ക് ഉണ്ടാക്കണം. സ്റ്റാർട്ടർ ബേസ് എവിടെ ആയിട്ടുണ്ടാക്കും? ഇവിടെ ആയിട്ടുണ്ടാക്കിയാലോ? ഈ ഒരു ഏരിയ ഇപ്പോൾ ഇങ്ങനെ എടുക്കണ ഒരു ഏരിയ ഉണ്ടാക്കിയാലോ എന്ന് ഞാൻ ആലോചിക്കണേ. ബട്ട് നമുക്ക് വേറെ നല്ല ബെസ്റ്റ് പ്ലേസ് കിട്ടുകയാണെങ്കിൽ നമുക്ക് അവിടെ നോക്കാം. ആൻഡ് നമുക്കിവിടെ നിന്ന് കൂടി നോക്കണമല്ലോ. ഒരു ബെഡ് എടുത്താട്ടെ. ഞാൻ ഇവിടെ നിന്ന് ഒരു ബെഡ് എടുത്താട്ടെ. ഓക്കെ ബെഡ് എടുക്കട്ടെ. ഓൻ ലെഫ്റ്റ് ആയി ഗൈസ്. ഓൻ്റെ നെറ്റിനൊരു ഇഷ്യൂ ഉണ്ട്. ഓക്കെ അവനിപ്പോൾ റീജോയിൻ ആവും, പേടിക്കണ്ട. ഓക്കെ ഞാൻ ഇവിടെ നിന്ന് ഫുഡ് അടിക്കട്ടെ. ഹങ്കർ തുള്ളിയ പിന്നെയാണ് ഹങ്കർ ഫുള്ളാക്കട്ടെ. ഓക്കെ ഫുൾ ഇവിടെ ഞാൻ ഈ ബെഡാണ് എടുക്കേണ്ടത്. ആൻഡ് നമുക്ക് സ്ലീപ്പിങ്ങിന് യൂസ്ഫുള്ളോ ഈ സാധനം. ഈ പ്രഷർ പ്ലേറ്റ് അവിടെ നിന്നോട്ടെ. നമ്മൾ നേരെ പോണേ. ആൻഡ് ഇവിടെ എവിടെയെങ്കിലും എന്തെങ്കിലും ഉണ്ടാക്കി നോക്കാം. ഈ ഏരിയ ഒക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. അവിടെ ഒരു റോയിൻ്റെ നെതർ പോർട്ടൽ ഉണ്ട്. നമുക്ക് യൂസ്ഫുൾ ആവും. ആൻഡ് നമുക്ക് അവിടുന്ന് ഒരു നെതർ കിട്ടും. ആൻഡ് നെതർക്ക് പോകാനുള്ള ഒരു പോർട്ടലാണ്. ആൻഡ് ഇവിടുന്ന് 2 പീസ് ഗോൾഡ് ഡെയിലി. അത് എന്തായാലും യൂസ്ഫുൾ. നമുക്ക് പിഗ്ലിൻസിനോട് ട്രേഡ് ചെയ്താണ് നമുക്ക് എൻഡ്രൈവ് കിട്ടും. എൻഡർപേൾ കിട്ടും. ആ സാധനം എടുക്കുക. പിന്നെ ഈ ചെസ്റ്റിൽ എന്തെങ്കിലും ഉണ്ടാവട്ടെ. ചെസ്റ്റ് ഓൻ റീജോയിൻ ആയി ഗൈസ്. ഓൻ റീജോയിൻ ആയിട്ടിട്ട് ആൻഡ് ഈ ഹെൽമെറ്റിന് ഓൻ കൊടുക്കുക. ലെഗിൻസ് ഓൻ കൊടുക്കുക. പിന്നെ ഇത് ഓൻ കൊടുക്കുക. ഓക്കെ 2 ഒബ്സീഡിയൻ ഉണ്ട് ഗൈസ്. 2 ഒബ്സീഡിയൻ ആൻഡ് ഈ ഫ്ലിൻറ്റ് ആൻഡ് സ്റ്റീൽ ഇട്ടിട്ട് ആ ഗോൾഡ് ഹോഴ്സ് ആവർ ഇട്ടിട്ട് ബാക്കിയൊന്നും വേണ്ട. ഓക്കെ ഓൻ ജോയിൻ ആയിട്ടുണ്ട് നമ്മളെ ഗെയിമിൽ. പിന്നെ നമുക്ക് പേടിക്കണ്ട. നമ്മൾ ഫൈനലി എന്തൊക്കെ ഫസ്റ്റ് ഡേ നമ്മൾ നെതർ പോർട്ടൽ ഉണ്ടാക്കി സ്ട്രോങ് ഹോൾഡ് കണ്ടുപിടിച്ച് ഇങ്ങനെയൊക്കെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ നമുക്കറിയില്ല. ബട്ട് ഞങ്ങളൊക്കെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. ഞങ്ങൾക്ക് ആദ്യമായിട്ട് ബിഗിനേഴ്സാണ്. ഞങ്ങൾക്ക് അത്ര ബിൽഡിങ്ങും അറിയില്ല. ബട്ട് PvPയിൽ ഞാൻ ഇച്ചിരി പ്രോയാണ്. നമ്മൾ ജാവയാണ് കളിക്കുന്നത്. പിന്നെ എൻ്റെ ചെങ്ങായി മൊബൈൽ പ്ലെയർ ആയതുകൊണ്ട് നമ്മൾ ബഗ് റോക്കിൽ കളിക്കുന്നത്. ബഗ് റോക്കിൽ ഭയങ്കര ബഗ് ആയതുകൊണ്ട് ഭയങ്കര തീർച്ചയാണ്. എനിക്കൊരു ബെഡ് എടുക്കട്ടെ. ആൻഡ് ഇജവിടെ കിടന്നോ. ഞാൻ എൻ്റെ ബെഡ് എടുക്കുക. ഇജ ഒന്നും ഓർക്കണ്ട. ഇച്ചൊക്കെ ഉറങ്ങിയിട്ട് ഒരു കാര്യം. പിന്നെ പോവാ ബെഡ് എടുത്തു മണ്ടിക്കോ ഓടിക്കോ. നേരെ വിട്ടോ. ഓക്കെ ഐഷ് കുയ്ക്ക് വീണല്ലോ. ഷിഷ് ആൻഡ് പൊട്ട ഓൻ ഉറങ്ങി. നമുക്ക് ഒപ്പടട്ടെ. ഒന്ന് കയറിയാണ്ട് അവിടെ വെച്ച സാരേ നമുക്ക് നേരെ അവിടെ നിൽക്കട്ടെ. നമുക്ക് ബെഡൊക്കെ അവിടെ നിൽക്കട്ടെ. ഉറങ്ങി. ഫസ്റ്റ് ഡേ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് നേരെ നല്ലൊരു ബേസ് ഉണ്ടാക്കാനുള്ള സ്ഥലം നമ്മൾ കണ്ടത്. 2 സ്കെൽട്ടൻ. ഞാൻ പ്രൊഫഷണൽ പ്ലേ കാണിച്ചു തരാം. നമുക്ക് ഒരടി പോലും കിട്ടാതെ അവരെ കൊന്നുതരാം. ഞാൻ ഇങ്ങനെ കറങ്ങി ചെന്നാണ്ട് ഓനെ അടിച്ചിടാനുള്ളൂ. ജപ്പോത്തിന് കൊന്നവരെ ഞാൻ വെറുതെ നല്ല പ്രൊഫഷണാലിറ്റി കാണിക്കാൻ വന്നപ്പോൾ ആയിക്കോട്ടെ സാരിയ. അപ്പം എന്നാൽ നമ്മൾ നെതർ പോർട്ടൽ കിട്ടാം. ഇത് കണ്ടില്ലേ? ഓക്കെ ഈ ചെത്തിന് ഗോൾഡ് എനിക്ക് തന്നെ നീ വിട്ടോന്ന് വെച്ചാൽ കണ്ട് പറയണേ. നെതർക്കൊക്കെ ഭയങ്കര പണിയാണ്. ഫസ്റ്റ് ഡേ നമ്മൾ തുടങ്ങിയിട്ടുള്ളൂ. നമുക്ക് നാളത്തെ നമുക്ക് നെതർ പോയാൽ ഗൈസ്. നാളെ നമുക്കൊന്ന് സെറ്റാക്കാം. ഓക്കെ ഞാൻ എങ്ങോട്ട് അവനോട് ചോദിക്കുന്നുണ്ട്. എങ്ങോട്ട് വെച്ച് അപ്പോൾ പറഞ്ഞേ നെതർക്കാണെങ്കിൽ തീർന്നു തന്നെ. നെതർക്ക് ഫസ്റ്റ് ഡേ തന്നെ പോണ് ഭയങ്കര ഇതാണ്. നമുക്ക് ആപ്പാടെ ഒരു അയൺ ആർമർ വെച്ച് നമ്മളിങ്ങനെ നടക്കുന്നത് തന്നെ വലിയ ഇതാണ്. എനിക്കാണ് ഫുൾ അയൺ ആർമർ ഇല്ല.
പിന്നെ എനിക്ക് പിന്നെ ലാഗല്ല അതിൻ്റെ ഉള്ളിൽ കയറണമെങ്കിൽ, അതുകൊണ്ട് നമുക്ക് വേണ്ട. ഞാൻ്റെ ചത്ത ഇള്ളു വല്ലതും പോവും, അതുകൊണ്ട് നമുക്ക് കുറച്ച് സ്റ്റാക്കായിട്ട് പോവാം. ഓക്കെ, പിന്നെ നമ്മൾ ജസ്റ്റ് തുടങ്ങിയിട്ടുള്ളൂ എന്ന് അവനോട് ഞാൻ പറയും. നമ്മൾ ജസ്റ്റ് തുടങ്ങിയിട്ടുള്ളൂ എന്ന് അവനോട് പറഞ്ഞിട്ടുള്ളൂ, തുടങ്ങിയിട്ടുള്ളൂ. ഓക്കെ, ഞാൻ വിട്ടിട്ടില്ല. എനിക്ക് ഈ പ്രശ്നം ഉണ്ട് ഗൈസ്. അതെന്താ വെച്ചാൽ ഞാൻ ചാറ്റിൽ പോവും, ഞാൻ ടൈപ്പ് ചെയ്തേക്കും, പിന്നെ അത് ടൈപ്പ് ചെയ്തത് നേരെ ഞാൻ സെൻഡ് ചെയ്യാതെ പോവും. ചെയ്തിട്ടുള്ളൂ, സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഓക്കെ 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 ഓക്കെ, പെട്ടെന്നേക്ക് ഓക്കെ ഓക്കെ, നമ്മൾ പോവാണ് ഗൈസ്. ഓക്കെ ഓക്കെ, നമുക്കൊരു നല്ല സ്റ്റാർട്ടർ ബേസ് ഉണ്ടാക്കണം. സ്റ്റാർട്ടർ ബേസ് നമ്മൾ ഈ ഒരു കുറച്ച് ഓക്ക് വുഡ് വെച്ചിട്ട് നമ്മൾ സെറ്റാക്കണം. കാരണം ഓക്ക് വുഡ് വെച്ച് നമ്മൾ കുറച്ച് ഓക്കെ. നമ്മൾ സാം നമ്മളെ ഭയങ്കര ഹെൽപ്പ് ചെയ്യണം, നല്ല ചെക്കനാണ്. ഓക്കെ, സപ്പോർട്ട് ചെയ്യുക ഗൈസ്. സാമിന് ഇരിക്കട്ടെ ഇന്നത്തെ ഒരു ലൈക്ക്. അങ്ങനെ നമ്മൾ നമുക്ക് ഇന്ന് സ്റ്റാർട്ടർ ബേസ് ഉണ്ടാക്കാമെന്ന് അവനോട് ചോദിക്കണം. ഓക്കെ, ചോദിച്ചിട്ടുണ്ട്. മരം മുറിക്കണം, അവനോട് മരം മുറിക്കാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഓക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നേരെ മരം മുറിച്ച് തുടങ്ങാം. മരം മുറിച്ച് നമ്മൾ പോകണ്ടേ, മരം മുറിക്കുകയാണ് നമ്മളിപ്പോൾ. ഓക്കെ, നമ്മൾ മരം മുറിച്ച് നമുക്ക് ഭയങ്കരത്തെ വലിയ വലിയ ഒരു വീടുണ്ടാക്കണം. ഈ ഒരു ഏരിയയിലാണ് ഞാൻ ഉണ്ടാക്കുക അപ്പം കരുതുന്നത്. കാരണം അവിടെ വില്ലേജിനിട്ട് ക്ലോസ് ആയിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ, കാരണം വില്ലേജേഴ്സ് നമ്മളെ ബെഡിൽ വന്ന് ഉറങ്ങും. ഒരു വല്ലാത്തൊരു അവസ്ഥയാണ്. പിന്നെ ഒരുമാതിരി ഒരു അവസ്ഥയാണ്. കാരണം നമുക്ക് ഉറങ്ങാൻ പറ്റില്ല, പക്ഷെ വില്ലേജേഴ്സ് നമ്മളത് ബെഡിൽ ഉറങ്ങും, അത് വേറെ കാര്യം. ഓക്കെ, നമ്മളിങ്ങനെ ഓടി ഓടി എല്ലാം നമ്മൾ ഓക്കറ്റ് ഉണ്ടാക്കുക. അക്വേഷ്യ മരം നമുക്ക് എത്ര ഇഷ്ടമല്ലാത്ത കാര്യമാണ്. ഏറ്റവും കിടിലം മരം എന്ന് പറഞ്ഞിട്ട് സ്പ്രൂസും ഡാർക്ക് ഓക്ക് കിടുക്കാച്ച മരമാണ്. കാരണം അത്രക്കും വേറെ കിടിലം മരം വേറെ ചെയ്യുക. ബിൽഡ്സിനൊക്കെ ഏറ്റവും യൂസ് ചെയ്യുന്നുണ്ട്. ഏറ്റവും കിടിലം സാധനങ്ങളൊക്കെ അത് തന്നെയാണ്. പിന്നെ നമ്മളിങ്ങനെ വള്ളത്തിൽ കൂടി ഇങ്ങനെ പോവാണ്. ഓനവിടെ എന്തൊക്കെയോ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ അവിടെ നിന്ന് ക്ലിയർ ആയിട്ടെ ഈ പോച്ച ഇതൊക്കെ കളയട്ടെ, അല്ലെങ്കിൽ നമുക്കിവിടെ നോക്കടാ ചെറിയതൊക്കെ പണ്ടൊക്കെ കോഴിക്കുട്ടീനെ കാണാൻ രസം. ഇപ്പോഴത്തെ ഈ ചിക്കനെ കാണാൻ എന്തോ ചെറിയതൊക്കെ ഉണ്ട്. ഒരു പുളൂട്ടാളാക്കി വെച്ചിരിക്കണം അതെന്താ വെച്ചാൽ എനിക്കറിയില്ല. ഇപ്രാവശ്യത്തെ അപ്ഡേറ്റ് ഒരു രസമില്ലാത്ത അപ്ഡേറ്റ് ആണ്. കാരണം ഞാൻ ചെറുതായി പഴയ ഒരു ഓജിനസ് കളഞ്ഞിട്ടുണ്ട്. പിന്നെ വില്ലേജേഴ്സിനൊക്കെ കാണണമെങ്കിൽ തന്നെ വില്ലേജേഴ്സിനൊക്കെ കാണുമ്പോൾ തന്നെ ഒരുമാതിരി മൂന്തയാണ് വരുത്തി. പിന്നെ ഈ ബേബി സോംബി, മുന്നത്തെ ബേബി സോംബിന് രസം, ഇപ്പോഴത്തെ ബേബി സോംബി എന്തോ ഒരു ഏരിയൻ്റെ മാതിരിയാണ് പോനെ കാണാൻ. നമ്മളെ സാമ പിന്നെ ലെഫ്റ്റ് ആയിട്ടുണ്ട്. ആൻഡ് നമ്മൾ ഷീപ്പിനെ വന്ന് നമുക്ക് ഫുഡ് വേണം. അതൊക്കെ ഇവിടെ ഞാനൊരു വീട് ഉണ്ടാക്കാനാണ് വിചാരിക്കണേ. നമുക്ക് അത്ര ഞാൻ പ്രൊഫഷണലാണ്, ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ ഒരു തട്ടിക്കൂട്ട് സാധനക്കാരോ രസം ഉണ്ടാവും, ഉണ്ടാവില്ലേക്കാരം. എന്നാലും നമുക്ക് ജസ്റ്റ് ഒന്ന് കെടുന്നാൽ പോരെ, അതിന് വേണ്ടിയിട്ട് മാത്രം ഉണ്ടാക്കണതാണ്. പിന്നെ നമുക്കൊരു അണ്ടർഗ്രൗണ്ടിലായിട്ടൊരു സ്റ്റോറേജ് റൂം ഉണ്ടാക്കണം, ഒരു സ്മെൽറ്റിംഗ് റൂം ഉണ്ടാക്കണം. അണ്ടർഗ്രൗണ്ട് പറയുമ്പോൾ നമുക്ക് 2 നില ഉണ്ടാവും, 2 ഫ്ലോർ ഉണ്ടാവുള്ള വീടിന്. അപ്പോൾ അതിങ്ങനെ ഉണ്ടാക്കാണ്. ബ്ലോക്ക് അങ്ങോട്ട് റെഡി ആവണിയാണ്ട്. ഓക്കെ അതെത്താ നമ്മൾ അതൊന്നും റെഡി അല്ല തോന്നുന്നു. പിന്നെ വന്നിട്ടോ സാമ് ബാക്കാണ്. സാമ് വന്നിട്ടുണ്ട്. ഓക്കെ, സാമ് പിന്നെയും വന്നിട്ടുണ്ട്. നമുക്ക് ഓനോട് വുഡ് ഇട്ട് ചെയ്യാൻ പറഞ്ഞിട്ട് ഓൻ നല്ലോണം പണിയെടുക്കും. ഹാർഡ് വർക്കിംഗ് മൈൻക്രാഫ്റ്റ് യൂട്യൂബർ. ഓക്കെ, യൂട്യൂബർ യെസ്. നമ്മൾ ഇതൊന്ന് മുറിച്ച് സെറ്റപ്പ് ആക്കട്ടെ. ഓക്കെ ഇപ്പോൾ കറക്റ്റായി. നമ്മളൊന്ന് ചാടി നേരെ കയ്യില്ലാതെ പ്രശ്നം. ക്ലച്ച് ചെയ്യാൻ നോക്കിയതാണ്, പക്ഷെ റെഡി ആയില്ല. ഓക്കെ, നമുക്ക് ഇനി അവിടെ 4 ബ്ലോക്കല്ലേ ഗ്യാപ്പ്. 1 2 3 4 5 അഞ്ചാമത്തെ ബ്ലോക്കേ വെക്കേണ്ടി. നമുക്കൊന്നുകൂടെ അവിടെ ഒന്നുകൂടെ എണ്ണേണ്ടി വരുമല്ലോ. 1 2 3 4. ഓക്കെ, 1 2 3. ഓക്കെ, 1 2 3 4 5 ബ്ലോക്ക്. അഞ്ചാമത്തെ ബ്ലോക്ക് നമ്മൾ വെക്കണം. നമ്മളെ ബ്ലോക്ക് തീർന്നല്ലോ. പിന്നെ നമുക്ക് ബ്ലോക്ക് കളക്ട് ചെയ്തിട്ട് നമുക്ക് പിന്നെയും പ്ലേസ് ചെയ്യാം. ഓക്കെ, നമുക്കിനി ഇവിടെ ഈ ഒരു അക്വേഷ്യയിൽ കുറച്ച് ഇടക്കിടക്കായിട്ട് നമുക്കിത് കിട്ടുള്ളൂ. ഓക്കെ, ആൻഡ് ഭയങ്കര കിട്ടാൻ പണിയാന്ന് വെച്ചാൽ കിട്ടും. പക്ഷെ നമുക്ക് ഈ അക്വേഷ്യ മരം നമ്മളത്ര യൂസ് ചെയ്യില്ല. കാരണം അതിന് ഒരു ബർക്കത്ത് ചെയ്യാത്തൊരു കളറാണ് അതിന് കിട്ടുക. അതുകൊണ്ടാണ് നമ്മളങ്ങനെ അത്ര അക്വേഷ്യ യൂസ് ചെയ്യാത്തത്. ആൻഡ് നമ്മൾ പക്കരയിൽ പോയിക്കൊണ്ട് നമുക്ക് ഇതാക്കുക. എന്തെങ്കിലും ഓക്ക് മരം നോക്കട്ടെ.
ഇവിടെ എവിടെയെങ്കിലും ഒരു ഫോറസ്റ്റ് കിട്ടിയാൽ തന്നെ ധാരാളം. ഫോറസ്റ്റ് കിട്ടിയാൽ തന്നെ ഭയങ്കര ഉപകാരം തന്നെ. ഓക്കെ, ഇവിടെ ഒരു ഓക്ക് മരമുണ്ട്. ഐ തിങ്ക് ഇതിൻ്റെ ബാക്കിൽ ഒരു ഫോറസ്റ്റ് ഉണ്ട്. ചെറിയ ഫോറസ്റ്റേക്കായിരുന്നു മാത്രം, ചെറിയ ഫോറസ്റ്റ് ആണെന്നാണ് തോന്നുന്നത്. ഐ തിങ്ക് ചിലപ്പം ഉണ്ടാവുകയാരം. അവിടെ ഉണ്ട്, അവിടെ ഒരു ഫോറസ്റ്റ് ഉണ്ട്, അവിടെ ഫോറസ്റ്റ് ഉണ്ട്. ആൻഡ് ഇതുവരെ കണ്ടുകൊണ്ടിരിക്കണം എല്ലാവരും ഒന്ന് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യും. അത് ഫ്രീ അല്ലേ ഗൈസ്, എനിക്കൊന്ന് ചെയ്തുകൂടെ? നമ്മൾ റോഡ് ടു 100 സബ്സ്ക്രൈബേഴ്സാണ്. ആൻഡ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ബാക്കി പരിപാടിയിലേക്ക് കിടക്കാം. ഓക്കെ, അത് നമ്മളെ ചെക്കൻ അവിടെ ഉണ്ട്. ചെക്കനും ഇവിടെ നമുക്കൊരു ഫോറസ്റ്റ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇനി ഓക്ക് മരത്തിന് അത്ര ക്ഷാമം ഉണ്ടാവില്ല. പിന്നെ VC വരാൻ പറഞ്ഞു. ഓക്കെ ഓക്കെ, VC വരാൻ പറഞ്ഞിട്ടുണ്ട്. ഓനോട് VC വന്നാൽ നമുക്ക് കുറച്ചും കൂടെ ക്ലിയറായിട്ട് സംസാരിക്കാം. ഓക്കെ ഓക്കെ, നമ്മൾ ഭയങ്കര ഹാർഡ് വർക്ക്. ഓക്കെ, വെയിറ്റ് എ സെക്കൻഡ്. നമുക്ക് ഇവിടെ അവിടെ ബേസ് ഉണ്ടാക്കുന്നതിന് വരാം. നമുക്ക് ഈ ഒരു ഏരിയയിലായിട്ട് ബേസ് ഉണ്ടാക്കിയാലോ? ഐ തിങ്ക് അവിടെ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു ഏരിയ ഉണ്ട്. നമുക്ക് അവിടെ ഒന്ന് ഉണ്ടാക്കാൻ പറ്റുമോ നോക്കാം. അവിടെ ഉണ്ടാക്കാൻ പറ്റുക അത്രയും കിടിലായിട്ടുണ്ട് നമുക്ക് ഉണ്ടാക്കാം. ഓക്കെ, ക്രാഫ്റ്റ് കേട്ടോ. ഒരു ആക്സ് ഉണ്ടാക്കിയാൽ നമുക്ക് എന്തെങ്കിലും നടക്കുള്ളൂ. ഞാനിവിടെ മരങ്ങളൊക്കെ മുറിച്ചാണ്ട് സെറ്റപ്പ് ആക്കട്ടെ. ഓക്കെ, ഓൻ്റെ ഉമ്മ അവൻ്റെ അടുത്തുണ്ട്. നമ്മളിങ്ങനെ വർത്തമാനം പറഞ്ഞ് കളിക്കുന്നവർക്ക് ഓൻ്റെ ഉമ്മക്ക് ഇഷ്ടപ്പെടില്ല. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ചാറ്റ് ചെയ്താണ്ട് കയറി കളിക്കുക. അത് എന്തെങ്കിലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് അവിടെ സ്കിപ്പ് ചെയ്താൽ മതി. ഓക്കെ, ജസ്റ്റ് വിടുന്നുണ്ട്. ഓക്കെ, നമുക്ക് നേരെ അവിടുത്തെ ഫുഡുകൾ നമുക്ക് കളക്ട് ചെയ്താണ്ട് ഇങ്ങോട്ട് കൊണ്ടുവരണം. കാരണം ഇവിടെ നല്ലൊരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു ഏരിയ ഉണ്ട്. അവിടെ നമുക്ക് ഉണ്ടാക്കാൻ സെറ്റ് ആകും. അവിടെ ഭയങ്കര കിടിലം സാധനമൊക്കെ നമുക്ക് ഫുള്ള് കിടിലം വൈബായിക്കാണ്ട് നമുക്ക് ഉണ്ടാക്കണം. അവിടെ ഭയങ്കര സെറ്റായിട്ട് നമുക്ക് സൺസെറ്റ് ഒക്കെ കാണേണ്ട രീതിക്ക് ഒരു ബാൽക്കണി ഒക്കെ ഉണ്ടാക്കണം. നമ്മൾ ബാൽക്കണി ഉണ്ടാക്കണം. ബ്ലാക്കണി എന്നൊക്കെ ഇതെന്താണ് ഇത്? ഓക്കെ, നമ്മൾ വുഡ് ഇങ്ങനെ കളക്ട് ചെയ്യണം. നമ്മൾ വെച്ചാൽ തന്നെ ഇങ്ങനെ കട്ട് ചെയ്യണേ. അവിടെ നല്ല കിടിലം ഏരിയ ഉണ്ടായിട്ട് നമ്മൾ അവിടെ ഉണ്ടാക്കാതെ അവിടെ ഉണ്ടാക്കി. നമ്മളിപ്പോൾ കാണണല്ലേ ഉള്ളൂ, അതുകൊണ്ട് നമുക്ക് വിഷയം. ആൻഡ് നമ്മൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് നമ്മൾ നേരെ അങ്ങോട്ട് പോകുന്നത് അക്കരയിലാണ് നമ്മുടെ സ്ഥലം. പിന്നെ ഓനോട് പറഞ്ഞിട്ട് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ കളക്ട് ചെയ്യണം. ആൻഡ് നമ്മൾ വീട് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആൻഡ് അത് കണ്ടതിന് ശേഷം ഞാൻ പിന്നെ ബിൽഡ് ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം. കാരണം അത് നിങ്ങൾക്ക് അത്ര ബോറടിപ്പിക്കുകയാണ്. അല്ലെങ്കിൽ വീഡിയോ ലോങ് ആണ്, ടു ലോങ് ആണ്. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം വീഡിയോ ഷോർട്ടാക്കാനാണ് നോക്കണേ. ആൻഡ് ഓക്കെ, ഇതാണ് നമ്മൾ ഇവിടെയാണ് വീഡിയോ ഉണ്ടാക്കാൻ നോക്കണേ. ഞാൻ വീടുണ്ടാക്കിയതിന് ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരണോ? അല്ല ഞാൻ കുറച്ചൊക്കെ കാണിച്ചു തരാം. അതിൻ്റെ ഓഫ്ലൈൻ വരച്ചിട്ടാണ് കാണിച്ചു തരാം. ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ഓക്കെ, അതിൽ ഇതിന് നമുക്ക് ചെറിയ ആഡിങ് ഒക്കെ ചെയ്യണം, നല്ല കാര്യമുള്ളൂ. അല്ല വേറെ ഒന്നും കഴിയൂല. ഓക്കെ, ഇവിടെ ഞാൻ ഒന്ന് ക്ലിയർ ആക്കട്ടെ, എന്നാലേ നമുക്കൊരു വൃത്തി കിട്ടുള്ളൂ. ഓക്കെ നമ്മൾ ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഇവിടെ മുന്നിൽ നമുക്കൊരു ഫാം ഉണ്ടാക്കണം, ഫാം ലാൻഡ്. നമ്മളെ ചെക്കൻ ഉണ്ടാക്കിക്കോളൂ. ചെക്കനോട് നമുക്ക് പറയാം. ഓക്കെ, നമ്മളിവിടെ 1 2 3 4 ബ്ലോക്ക് ഹൈറ്റ് ഇങ്ങോട്ട് ഇവിടുന്ന്. ഓക്കെ, 5 ബ്ലോക്ക് ഗ്യാപ്പൊക്കെ നമുക്ക്. അത് എന്നാലും നമുക്ക് ഡോറൊക്കെ 1 2 3 4 5 4 ബ്ലോക്ക് ഗ്യാപ്പല്ല, 5 ബ്ലോക്ക് ഉണ്ടായിക്കോട്ടെ. കാരണം എന്നാൽ നമുക്ക് ഡോർ വെക്കാനുള്ള സ്പേസ് ഉണ്ടാവും. ഓക്കെ, സെറ്റ്. അപ്പോൾ കറക്റ്റ് ലെവലാക്കിയതാണ് നമ്മൾ. കറക്റ്റ് ലെവലല്ല. ഓക്കെ സെറ്റാണ്. ആൻഡ് നമ്മൾ ഇവിടേക്ക് വന്നിട്ടുണ്ട്. ഇതാ 1 2 3 4 5 6. ഓക്കെ, ഇവിടെ വെക്ക് 1 2 3 4. ഓക്കെ, ജംപ്. ആൻഡ് ഇവിടെ വെക്കാം. കറക്റ്റ് അല്ലേ? 1 2 3. ബ്ലോക്ക് തീർന്നു. ബെഡ് വെച്ച് കിടന്നോ. സ്ലീപ്പ് ബ്രോ. ആൻഡ് ഉറങ്ങാൻ പറ്റണിയല്ലോ ഗൈസ്. ഓക്കെ, ഉറങ്ങാൻ പറ്റണിയല്ലോ. രാത്രിയായിട്ട് നമുക്ക് ഇവിടെ ഈ ഒരു ഭാഗത്തേക്കായി, ഈ സണ്ണ് നിൽക്കുന്ന ഭാഗത്തേക്കാണ് നമ്മളിനി ഒരു ബാൽക്കണി എത്തണം. ഓക്കെ, അപ്പോൾ നമ്മൾ ബാൽക്കണി വെക്കുന്നുണ്ട്. ഓക്കെ, ഓൻ ഇറങ്ങിയിട്ട് നമുക്ക് പിന്നെ പെട്ടെന്ന് ഉറങ്ങാം. പിന്നെ പെട്ടെന്ന് രാവിലെ ആക്കിയിട്ട് നമുക്കിനി കുറേ പരിപാടികളുണ്ട്, അതൊക്കെ ചെയ്യാനുണ്ട്. പിന്നെ ഇതിന് ശേഷമൊക്കെ നമുക്ക് ചെയ്യണം. ഉറങ്ങി വെച്ചിട്ടുണ്ട് നമുക്ക്. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മളെ വീട് വരുന്നത്. ആൻഡ് ഇത് നമ്മൾ കുറച്ച് നേരം അടുത്ത് ഉണ്ടാക്കിയതാണ്. ആൻഡ് സാം പോയിക്കണം. ഓൻ്റെ അനിയനെ കൊണ്ടുവരാൻ പോയതാണ്. ഓക്കെ, ഓൻ്റെ അനിയനെ മദ്രസയിൽ കൊണ്ടുവരാൻ പോയതാണ്. ആൻഡ് ഇതാണ് നമ്മളെ വീട്. നമ്മൾ ചെറിയ തട്ടുകൂട്ടി സാധനമാണ്. ആൻഡ് ഇതാണ് നമ്മളെ പറഞ്ഞ ബാൽക്കണി. അങ്ങനെയൊരു സാധനം.
ഇങ്ങനെ റേറ്റ് ചെയ്യുക. പിന്നെ അവിടെ കുറച്ച് ചെസ്റ്റ് നമ്മൾ സാം ഉണ്ടാക്കി വെച്ചാണ്, പിന്നെ ആ കൃഷി സാം ഉണ്ടാക്കിയതാണ്. ആൻഡ് ഇതാണുള്ള ഒരു ഓവറോൾ എനിക്കെന്തോ ഇത് കൊള്ളാം. ബട്ട് എന്തൊക്കെ ഒരു അവിടെ ഇവിടെ എന്തൊക്കെ ഒരു കുഴപ്പമുള്ള മാതിരി. ഞാൻ ആ രണ്ടെണ്ണം അടുപ്പിച്ചായിട്ട് സ്റ്റോൺ സ്റ്റേഴ്സ് ഒന്നും എന്തോ ഒരു മാതിരി ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഓഫ്ലൈനിൽ നിന്ന് മാറ്റിക്കോളാം. പിന്നെ ഇവിടെ നമുക്ക് 2 ഫെൻസ് വെക്കുകയാണെങ്കിൽ അത് കിടിലൻ ലുക്കാവും. അപ്പോൾ നമുക്ക് ആ 2 ഫെൻസ് വെച്ചെടുക്കാം. അവിടെ ഫെൻസ് തീർന്നല്ല നമ്മളെ ഫെൻസ്. അപ്പോൾ നമുക്ക് അപ്പുറത്ത് പോയാണ്ട് മരം വെട്ടിയിട്ട് തരാം. ഓക്കെ, മരം വെട്ടാൻ നമുക്ക് വെട്ടാൻ നമ്മൾ പോവാണ്. ഓക്കെ, നമ്മളപ്പുറത്തേക്ക് നമ്മൾ ചാടി മണ്ടി പോയി കൃഷിയൊന്നും കേടെത്താതെ പോട്ടെ. ഓക്കെ, നമ്മളപ്പുറത്ത് എത്താനായി പോകുന്നു. നമ്മൾ പോട്ടെ. നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് കുറച്ച് സംഭവങ്ങൾ ചെയ്യാണ്ട്. നമുക്ക് അവിടെ വില്ലേജർ ബ്രീഡർ ഉണ്ടാക്കണം. ബ്രീഡറിൽ നമുക്ക് കുറച്ച് വില്ലേജേഴ്സിനെ നമുക്ക് ഒപ്പിച്ചിട്ട് നമുക്ക് ഒരു അയൺ ഫോം ഉണ്ടാക്കണം. അയൺ ഫോം നമുക്ക് കിട്ടുന്ന അയൺ വെച്ച് നമ്മൾ വില്ലേജേഴ്സിനെ ട്രേഡ് ചെയ്തിട്ട് ഓരോ കഴിക്കുന്ന നമ്മൾ എമറാൾഡ് വാങ്ങിയിട്ട് ഒരു ഡയമണ്ട് പ്രോപ്പർ ഡയമണ്ട് ആർമർ കഴിക്കണം. അങ്ങനെ നമ്മൾ എൻ്റർ ഡ്രാഗണെ നമ്മൾ തീർക്കും. എന്നിട്ട് ഇതിനെ സെക്കൻഡ് സീസൺ വരുന്ന കാരണം. അപ്പോൾ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ. നമ്മൾ ന്യൂ കണ്ടൻറ് ക്രിയേറ്റേഴ്സ് ആയതുകൊണ്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ടാവും. അതൊക്കെ ഒന്നും കരുതണ്ടായിരുന്നു, വിട്ട് കളയാം. ഓക്കെ, നമ്മൾ ഈ ഫെൻസ് ഉണ്ടാക്കാൻ പോകണം. ആൻഡ് ഗൈസ്, ഒരു കാര്യം പറയാനുണ്ട്. വീഡിയോൻ്റെ തുടക്കത്തിൽ തന്നെ പറയാനുള്ളതിന് കാരണം ഈ വീഡിയോ ഞാൻ ആക്ച്വലി ഇതിൻ്റെ റിയൽ വോയിസ് അല്ല. കാരണം ഞാനിത് വോയിസ് ഓവർ ചെയ്യണതാണ്. കാരണം ഈ വീഡിയോ ചെയ്യുമ്പോൾ എൻ്റെ ഇത് കേടായിരുന്നു. സ്ക്രീൻ റെക്കോർഡർ ഒന്ന് ചതിച്ച് അതിൽ നമുക്ക് ഇത് കിട്ടിയില്ല, ഈ ക്ലിപ്സ് ഒന്നും കിട്ടിയില്ല. പിന്നെ ഇത്രയും ചെയ്ത് നമ്മൾ കളയാതിരിക്കേണ്ടതിന് പകരം ഞാൻ എന്താ കിട്ടി അതിൽ വോയിസ് ഓവർ ചെയ്യാമെന്ന് കരുതിയതാണ്. അപ്പോൾ ഇതുവരെ കണ്ടിരുന്നതിന് എല്ലാവർക്കും നന്ദി. ആൻഡ് നമ്മൾക്ക് 100 സബ്സ്ക്രൈബേഴ്സ് ആവാൻ ഇനി 2 സബ്സ്ക്രൈബേഴ്സ് കൂടി മതി. സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, നമുക്കവിടെ ഫ്രണ്ട്സ് വെച്ചുകൊണ്ട് നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഇവിടെ ഫ്രണ്ട്സ്. ഓക്കെ, ഇവിടെ റെഡി. അവിടെ അല്ല, ഇവിടെ അവിടെ. ഓ, സെറ്റ്. ആൻഡ് ഓക്കെ, സെറ്റ്. ഇവിടെ ഓക്കെ ഇവിടെ സെറ്റ്. ഇനി ഇവിടെയും കൂടി വെച്ചേക്കാം. കോഴി കുട്ടൻ. ഓക്കെ, സെറ്റ്. ഓക്കെ, നമ്മളങ്ങനെ അത് സെറ്റ് ആക്കിയിട്ടുണ്ട്. ആൻഡ് നമുക്കിനി ഇൻറ്റീരിയർ നമുക്ക് ഞാൻ നാളെ സാമിനെ കൊണ്ട് ചെയ്യിപ്പിച്ചോളാം. സാമും ഞാനും കൂടി വന്നിട്ട് അതിനെ കുറച്ചും കൂടി സെറ്റപ്പ് ആക്കാണ്ട് കുറച്ച് അയൺ കിട്ടിയിട്ട് നമുക്ക് കുറച്ച് സംഭവങ്ങൾ ചെയ്യാണ്ട്. ആൻഡ് ഇതാണ് നമ്മളുടെ വീഡിയോ, ഇന്നത്തെ വീഡിയോ. ആൻഡ് എനിക്ക് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് see you tomorrow and hope you enjoy this video. Bye bye.